ആ, നിങ്ങളെ ഇതുവരെയായിട്ട് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ടാണല്ലോ കാണുന്നേ. ആ, ഞങ്ങള് ഇപ്പൊ വന്നുള്ളൂ. മൈൻഡിനെന്തേ ശബ്ദം കേട്ട് വന്നാണോ? സൗണ്ട് കേട്ട് വന്നതാണ്. അത് മാത്രല്ല, ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട്. ഇവിടെ കുറച്ചുപേര് വന്നേണ്ടായില്ലേ, അവരൊന്നും കാണാനില്ലെന്ന് പറഞ്ഞു. ആ, ഇവിടെ കുറെ പേര് വന്ന്, ഏകദേശം 20ഓളം പേര് വന്നു. അതിൽ 15ഓളം പേര് ഒക്കെ കാണാതെ മിസ്സിംഗ് ആയി പോയിരിക്കുകയാണ്. നിങ്ങളിപ്പോ അവരെ കണ്ടുപിടിക്കാൻ വന്ന ഡിറ്റക്റ്റീവ് വല്ലതും ആണോ? അതെ അതെ അതെ. ഓ മൈ ഗോഡ്, അപ്പൊ ഇവിടുത്തെ മിസ്റ്ററീസ് ഒക്കെ നിങ്ങൾ സോൾവ് ചെയ്യൂ? യെസ്. ഇവിടെ കുറെ മിസ്റ്ററീസ് ഉണ്ടായത്. ആ ബുക്ക് അവിടെ കുറെ ഒരു വലിയൊരു മരമൊക്കെ ഉണ്ട്. ആ മരത്തിന്റെ താഴെ ചിലപ്പോ ഇങ്ങനെ ബുക്കൊക്കെ സ്പോൺ ആവാറുണ്ട്. ഞാൻ ഇപ്പൊ വന്നപ്പോ കണ്ടു ഒരു ബുക്ക്. അതേപോലെ ആ മിസ്റ്റർ ഇപ്പൊ എന്തായാലും സ്മോൾ ആണ്. ഒരു എന്തോ ഒരു കേസ് ഉണ്ട് ഇവിടെ. ഓ, ഞാൻ വന്നപ്പോട്ട് ഇവിടെ മഴയാണ്. വരും പോവും വരും പോവും. സത്യം, ഈ മഴ കൊണ്ട് ഇവിടെ ഇല്ലാത്ത ശല്യാണ്. ഈ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ ഈ ഒരു വേൾഡ് വന്നിട്ട്? ആ മറ്റേ മുട്ടത്തലയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇല്ലില്ല, ഞങ്ങള് ആരെയും കണ്ടില്ല. ഇപ്പൊ ബ്രോനെയാണ് ആദ്യമായിട്ട് കണ്ടത്. എന്നെയാണ് ആദ്യം കാണുന്നത്? അതെ. ബ്രോനപ്പൊ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ മനസ്സിലായോ? എന്തൊക്കെ മനസ്സിലായി എന്ന് പറയുകയാണെങ്കിൽ, അപ്പോ ബ്രോന് എന്തൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞുതരുമോ? ലൈക്ക് ഇവിടെ വരുമ്പോൾ ആക്ച്വലി ആർക്കൊന്നും മനസ്സിലാവാറില്ല. ഞങ്ങള് ഇപ്പൊ വന്നുള്ളൂ. ഇപ്പോഴും കയറിയതുള്ളൂ? ഇപ്പോഴും വന്നിട്ടുള്ളൂ ഇങ്ങോട്ട്? ഞങ്ങള് കുറച്ചു നേരമേ ഉള്ളൂ. ഇന്ന് ഇപ്പൊ വന്നുള്ളൂ. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ രണ്ടുപേരുണ്ട്. അപ്പോ നിങ്ങളിപ്പോ ഡിറ്റക്റ്റീവ് എന്നൊക്കെ പറഞ്ഞതൊക്കെ എന്താ സംഭവം? ഡിറ്റക്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങോട്ടോ നമുക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ലേ? അത് ശരി. ഇവിടെ കുറെ ചാരന്മാരുണ്ട്. അത് ശരിയാണ്. നമുക്ക് ആ ഡ്യൂക്കിന്റെ ഓഫീസിൽ പോയി സംസാരിക്കാം. അതാണ് ഏറ്റവും നല്ലൊരു. ഡ്യൂക്കിന്റെ ഓഫീസൊന്നുമല്ല, ഞങ്ങൾക്ക് ഓഫീസുണ്ട്. നിങ്ങളുടെ ഓഫീസോ? പിന്നല്ലേ. ഞാൻ കണ്ടുപിടിച്ച പുള്ളി ഏതോ വലിയവനാണ് കേസ്. സൂക്ഷിച്ചു വരണം, ഇവിടെ ഒന്നും വഴിയൊന്നും റെഡി ആക്കിയിട്ടില്ല. ഇവിടെ ഞാൻ കുറെ വന്നതാ. ഇവിടെ എനിക്കിവിടെ കാണാപ്പാടാ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങള് കൊണ്ടുപോണ സ്ഥലം എങ്ങോട്ടാന്നാണ് എനിക്കറിയാത്തത്. ഞാൻ കൊല്ലൊന്നുമില്ല, കണ്ട ഞങ്ങള് പാവം ഡിറ്റക്റ്റീവ് ഏജൻസി. അതാണ്. ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്, വായിച്ചൊക്കെ നോക്കി എന്താന്ന് വിചാരിച്ചു ചെയ്യാം. Complaints here. Okay, for complaint. Okay. Detective agency. നിങ്ങൾ ഇവിടെ ആരെയും കണ്ടിട്ടില്ല? അതെ. ഇത് ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങാനുള്ള കാരണം എന്നെ ഇവിടെ പൂട്ടിപ്പോയി. കാരണമൊന്നുമില്ലേ? അവിടെ വന്ന് നേരത്തെ തുടങ്ങിയ മിസ്റ്റർ. യു ആർ വിയേർഡ്. ഞാൻ ആരെയോ ഒന്ന് കണ്ടുപിടിച്ച കേസ്. ഏതോ സൗണ്ട് കേട്ട് ഇങ്ങോട്ട് ഒരുത്തം വന്ന്, അവൻ വന്നപ്പോ ഡിറ്റക്റ്റീവ് ഏജൻസി ഒക്കെ തുടങ്ങി വെച്ചൂടെ? വാട്ട്? ബൈ ദ വേ, ഞാൻ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ ഒരു സംഭവം ഡിറ്റക്റ്റീവിനായിട്ടൊരു സംഭവങ്ങളൊക്കെ അന്വേഷിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വേൾഡില് കംപ്ലീറ്റ് ഒരു കേസ് വന്നാണ്. കണ്ടാ? അയ്യോ, ഞാൻ ഇങ്ങോട്ട് വന്നോ അന്ന് മുതൽ ഇവിടെ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളാണ്. മഴ, ആ ബുക്കിന്റെ താഴെ കുറെ ബുക്ക്, ഒരാൾ ഇവിടെ അൺഡെഡ് ആയിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നി ഇവിടെ എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടെന്ന്. അതാണ് ഞങ്ങൾ പിന്നെ ഡിറ്റക്റ്റീവ് ഏജൻസി ഒക്കെ തുടർന്നത്. നിങ്ങൾക്ക്
മനസ്സിലായില്ലേ? അതെ അതെ, ഞങ്ങൾക്ക് കണ്ടപ്പോഴെങ്ങനെ മനസ്സിലാക്കും, ഞങ്ങൾക്ക് അത്ര ബുദ്ധിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ടുപിടിച്ചത് ഏതോ ഒരു വലിയൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടാസ്ക് ഒക്കെ തന്നെ നിങ്ങളത് കണ്ടുപിടിച്ച് തരൂ. അതെ അതെ, കണ്ടുപിടിച്ച് ഞങ്ങൾ അങ്ങ് കയ്യിൽ തരും. ഓ, എനിക്ക് ഇവിടെ വളരെ കിടിലൻ നിഗൂഢതകൾ തീർത്ത് സോൾവ് ചെയ്യാനുണ്ട്. അപ്പോ ഇത് വളരെ ഒരു ഉപകാരമുള്ള ഒരു ടാസ്ക് ആയിരിക്കും. അതാണ്. ബൈ ദ വേ, നിങ്ങൾ അവിടുത്തെ ഒരു കോർട്ട് കണ്ടായിരുന്നു? ഒരു FBC പറഞ്ഞിട്ടുള്ള ഒരു കോർട്ട്. ഞാൻ ഇന്നലെ അതിന്റെ പണി തീർത്തിട്ടുള്ളൂ. ഓ, അത് ബ്രോയായിരുന്നു അവിടുത്തെ ജഡ്ജി. അതിന്റെ ഒരു ജഡ്ജ് ഞാനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ കുറെ മണ്ടന്മാരൊക്കെ ഉണ്ട്, അവന്മാര് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്റെ അടുത്തോട്ട് വരാം, നമ്മൾ സോൾവ് ചെയ്ത് തരും. പക്ഷെ ബ്രോനെ കണ്ടിട്ട് ഒരു ജഡ്ജിയുടെ ലുക്ക് അതിപ്പോ ഉണ്ടാവില്ല. അത് ഞാന് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. ഞാനിപ്പോ ലോയറിന്റെ സൂട്ടൊക്കെ ഇപ്പൊ ഇട്ടിട്ടില്ല എന്നുള്ളൂ, പക്ഷെ ഉടനെ തന്നെ ഇടും. കൊള്ളാന്നാലും അതിന്റെ പരിപാടികളൊക്കെ ഞാൻ നല്ല തീർത്തിട്ടുള്ളൂ. ഇപ്പൊ അതിന്റെ റൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് സ്ഡൂക്കിന്റെ ആവശ്യമുണ്ട്, ബാറോസിന്റെ ആവശ്യമുണ്ട്. അയ്യോ, ചിക്കൻ ജോക്കി. ഒറ്റ മിനിറ്റ്, അടുത്ത മരണത്തിന്റെ കേസ് എടുക്കാം. ചത്ത്. ഓ ഷിറ്റ്, നോട്ട് ഗുഡ്. എന്നെക്കാള് വിശ്വാസമുള്ള അവിടുത്തെ സ്ഡൂക്കെ കണ്ടു. ആ സ്ഡൂക്കിനെയും ബാറോസിനെക്കാട്ടി വിശ്വാസം എന്നെ വിശ്വസിക്കാം. അത്ര ട്രസ്റ്റഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നെ കണ്ടാ തോന്നൂലെന്നുള്ളൂ, ബ്ലാക്ക് പേഴ്സൺ ആണെന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ട്രസ്റ്റ് വർത്തിയാണ്. കണ്ടിട്ട് എനിക്ക് പേടിയാവാണ്. അതൊക്കെ ഉണ്ടാവും, അത് ഈ ഒരു സ്കിന്നിന്റെ പ്രോബ്ലം അങ്ങനെയാണ്, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. തലയിലുള്ളത് മുടിയാണോ അതോ കിരീടാണോ? അത് കിരീടാണ്. ആദ്യം കണ്ടാല് നിങ്ങൾക്ക് എന്താണ് തോന്നണത്? എനിക്കൊന്നും തോന്നിയില്ല. നിങ്ങൾ വിചാരിച്ച പോലെ ബൈ ദ വേ, നിങ്ങൾക്ക് ഇവിടെ കുറെ പേര് മിസ്സിംഗ് ആയി പോയി എന്നെങ്ങനെ മനസ്സിലായി? സന്യാസികളായിട്ടാണോ? അല്ലല്ലല്ല, സന്യാസികളോ? അതൊക്കെ ആരാ? സന്യാസികൾ പറഞ്ഞിട്ട് ഇവിടെ 3 ഉടായ്പകൾ നടക്കുന്നുണ്ട്. എന്റെ ബേസിലോട്ടൊക്കെ വന്നിട്ട് കുറെ വോട്ടൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അവന്മാരെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചത്. ഞങ്ങൾക്ക് സന്യാസികളെന്ന് പറഞ്ഞൂടാ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇൻഫോർമേഷൻ കിട്ടി കുറെ പേരൊക്കെ അവിടെ കളഞ്ഞു പോയി എന്നൊക്കെ? ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ലല്ലേ, സീക്രട്ട് ആണല്ലേ? അതെ അതെ, ഞങ്ങൾക്ക് മുഴുവൻ അങ്ങ് വെട്ടി തുറന്ന് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. അത് നിങ്ങളെ കണ്ടപ്പോഴേ തോന്നി. നിങ്ങളെ കാണുമ്പോ എനിക്ക് ഇവിടെ ഒരു മൊട്ടത്തലയുണ്ട്. ആ മൊട്ടത്തലയിലെ മുടി വന്ന പോലുണ്ട്. ഒരു ഇവിടെ സ്ഡൂക്ക് പറഞ്ഞിട്ട് ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളുണ്ട്. അപ്പൊ അയാള് ഭയങ്കര വലിയ മൊട്ടത്തലയാണ്. അപ്പൊ അയാൾക്ക് മുടി വന്ന പോലെ എടുത്തില്ല. എന്നെ കാണാനോ? ഇനിയിപ്പൊ അയാള് വല്ല വേഷം കെട്ടി എന്നെ പറ്റിക്കാൻ വന്നതാണോന്നൊരു സംശയമുണ്ട് നിങ്ങളെ കണ്ടിട്ട്. ഹലോ, കേക്കുന്നുണ്ടോ? നിങ്ങളെ കാണുമ്പോ ഇവിടെ ഒരു ഡൂക്ക്, ഇവിടെ ആക്ച്വലി ഇങ്ങനെ സിസ്റ്റം എന്ന് വെച്ചാല് ഡൂക്ക് ബാറോസ് പറഞ്ഞ 2 വ്യക്തികളുണ്ട്. ഇവര് 2 പേരാണ് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് ഡിസ്ട്രിക്ട് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. നിങ്ങൾ കണ്ടില്ലേ കുറെ ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചാണ്. അവിടെ ഇങ്ങനെ ഭരിക്കുന്ന കുറച്ച് 2 ആൾക്കാരാണ് ഇത്. ലിറ്ററലി ഇവിടുത്തെ മെയിൻ 2 ആൾക്കാരാണ് ഈ ഡൂക്കും ബാറോസും. അപ്പൊ ആക്ച്വലി അതിന്റെ ഡൂക്ക് ഒരു മൊട്ടത്തലയനാണ്. അയാളാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഏറ്റു നടക്കുന്നത്. അപ്പൊ നിങ്ങളെ കണ്ടപ്പോ എനിക്ക് അദ്ദേഹത്തിന് വരെ തോന്നി, അപ്പൊ ചോദിച്ചതാണ്. നിങ്ങൾ അയാളല്ലേ? അല്ല, അതേ മുടിയൊക്കെ ഒറിജിനൽ വേണം. ഇത് തൊട്ടോക്ക്. ശരി ശരി ശരി, ഒറിജിനൽ. പിന്നെ അയാൾക്കാണെങ്കിൽ പിന്നെ ഇങ്ങനെ സൗണ്ട് മാറ്റി സംസാരിക്കാനുള്ള കഴിവും ഇല്ല. അതാണ് ഞാൻ വിശ്വസിക്കണം.
ബൈ ദ വേ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരണോ? എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഡൗട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടെ വലിയ പരിചയമില്ല. ഒന്ന് പരിചയപ്പെടുത്തേക്ക് തന്നാൽ മതി ഇവിടെ വേറെ ആരൊക്കെ ഉണ്ടെന്ന്. ആ ഓക്കെ. ബൈ ദ വേ ഞാൻ എൻ്റെ പേര് പറഞ്ഞില്ലേ, എൻ്റെ പേരാണ് ഫ്ലെയിംസ്. ഫ്ലെയിംസ്, നല്ല പേര്. അതെ അതെ അല്ല, അതെ. കത്തോ? നിങ്ങളെ പേര്? ഞാൻ ആക്ച്വലി കത്തും. ഇപ്പൊ അടഞ്ഞിരിക്കാണ് ഞാൻ. ദേഷ്യം പിടിച്ചാൽ ഓക്കെ, കത്തും, അത്രേ നമുക്ക് ഉള്ളൂ. ഇനി ഇങ്ങനെ സംസാരിക്കാം. ഞാൻ വെള്ളത്തിലും കത്തും, പേടിക്കണ്ട. എന്നാ പക്ഷെ ഇപ്പൊ 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 കത്തൂലെന്നുള്ളൂ. ഇപ്പൊ ഞാൻ ദേഷ്യം പിടിച്ച എനിക്ക് കൺട്രോൾ ചെയ്യാൻ അറിയാം എന്റെ ഫ്ലെയിമിന്. അപ്പൊ നോ നോ വറീസ്, നോ വറീസ്. ബക്കറ്റ് കൈ പിടിക്കാം. അത് വേണമെങ്കിൽ കൈ പിടിച്ചോ, ഒരു ധൈര്യത്തിന് വേണ്ടിട്ട്. ഓക്കെ, എന്നാലും അതിന്റെ ആവശ്യമില്ല കേട്ടാ. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നനഞ്ഞേക്ക്, അപ്പൊ കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. എന്തായാലും അല്ല, ഇവിടെ ഫുള്ള് മഴയല്ലേ, അപ്പൊ എന്തായാലും എല്ലാ സമയവും നനയലാണ് കുഴപ്പം. അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കിപ്പോ മനസ്സിലായി, നിങ്ങളല്ല മഴ പെയ്യണേ. അത് ഞാനൊന്നല്ല. ഞാൻ പറഞ്ഞില്ല, ഈ വേൾഡിന്റെ കേസാണത്. കൊറേ പേര് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ അത്ര ദൂരെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഇല്ല, എനിക്ക് എന്തെങ്കിലും ഓടി വന്ന ഓഫീസിൽ കയറാലോ, ആരെങ്കിലും വിളിച്ചു പറയണേ. എന്നിട്ട് വേണം ആ ഓഫീസും കിടന്ന് കത്താനായിട്ട്. ഓഫീസ് കത്തിക്കുന്നു ഇപ്പൊ പബ്ലിക്കായിട്ട് പറഞ്ഞൂലേ? അല്ല, എങ്ങനെ കത്തുന്നല്ല, നിങ്ങൾ നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കുന്ന ഡൗട്ട് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഓക്കെ, ഓക്കെ. നിങ്ങളുടെ പേരെന്തായിരുന്നു? എന്റെ പേര് RS. ഓക്കെ ഓക്കെ. നിങ്ങളിപ്പോ നിങ്ങളും ഇങ്ങോട്ട് വരണം. എവിടെ തുടങ്ങി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ല തുടങ്ങണം, അങ്ങനത്തെ ശബ്ദം കേട്ടിട്ടായിരിക്കും സൗണ്ട് വന്നിട്ടുണ്ടാവും. കേട്ടു, അതിന്റെ ഇടയ്ക്ക് വേറെ കുറച്ചുകൂടി കേട്ടു, അത് പറയാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഡൂക്കിന്റെ ഓഫീസ്. ആ വലിയൊരു മെയിൻ ആളായിട്ടുള്ള ആളുണ്ടല്ലോ, ഡൂക്കും ബാറോസും. ഞാൻ ഇവിടെ കുറച്ച് ഡയമണ്ട് കണ്ടു ഇവിടെ. ഈ ഡയമണ്ട് തുടരുത്, ആ കോർട്ട് പോയി നിൽക്കേണ്ടി വരും. പിന്നെ അത് വേറെ കാര്യം. ഈ ബെഡ് എനിക്കറിയാം, ഞാൻ വന്നപ്പോട്ട് ഇവിടെ കടന്നുകൊണ്ടിരുന്നത്. നല്ല ബെഡാ. ഈ ബെഡ് ഇവിടെ ഒരു 6 ബെഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 3 ബെഡ്, അവിടെ ഒരു 3 ബെഡ്, ബാക്കി 5 ബെഡും ഇവന്മാരെല്ലാരും അടിച്ചു മാറ്റിക്കൊണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാം, പേടിക്കണ്ട. ബെഡ് മോശനല്ല, അതൊന്നും വലിയ പ്രശ്നമില്ലേ. എന്തായാലും അതൊക്കെ നമ്മളെ ഡൂക്കും ബാറോസും ഏറുള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബൈ ദ വേ, നിങ്ങൾക്ക് ഈ സാധനമൊക്കെ എന്താന്ന് മനസ്സിലായോ? പൊട്ടിക്കാൻ പറ്റുമോ? അതിന്റെ ഉള്ളിലോട്ട് കയറി നമ്മൾ വേറൊരു ഡയമെൻഷനിലോട്ട്. ഇവിടെ ആക്ച്വലി 3 ഡയമെൻഷൻസ് ഉണ്ട്. ഇതാണ് ഓവർ വേൾഡ് പറഞ്ഞ ഡയമെൻഷൻ, പിന്നെ നെതർ പറഞ്ഞ ഡയമെൻഷൻ ഉണ്ട്, പിന്നെ എൻഡ് പറഞ്ഞ ഡയമെൻഷൻ. അപ്പൊ ഇവിടെ ഫുള്ള് മിസ്റ്ററീസ് ആണ്. നിങ്ങൾ വന്നിടത്ത് അത് ചോരല്ല, അത് ചോരന്റെ മാതിരിയുള്ളൊരു ബ്ലോക്ക് ആണ്. ഇവിടെ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, കുറെ മിസ്റ്ററീസും കേസസും ഒക്കെ വന്നായിരുന്നു. അപ്പൊ നമ്മളെല്ലാരും ഇതൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്തിട്ടാണ് ഇത്രയും അഡ്വാൻസ്ഡ് ആയത്. ആക്ച്വലി ഇവിടെ ഇങ്ങനത്തെ റോഡൊന്നും ഇല്ലായിരുന്നു. ഈ ഡൂക്കും ബാറോസ് പിന്നെ നമ്മളെല്ലാരും കൂടെ ഒക്കെ കൂടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ കെട്ടിപ്പെടുത്തത്. ഈ റോഡ് ആരെ കെട്ടിയെന്ന് കാണിച്ചു തരണേ. എന്ത് പറ്റി? പുള്ളിനെ കെട്ടിട്ട് അടിക്കണം. അവിടെ ഒരു ഓട്ടയുണ്ടെന്ന് ഞാൻ ഇന്ന് രാവിലെ വീണുള്ളൂ. അവിടെ ഒരു കുഴി ഉണ്ടായി. ഇവിടെ ഇത് കോർട്ടില് ഏറ്റെടുക്കേണ്ടി വരും. ഇതന്നെ, ഇത് ഞാൻ നിങ്ങൾ അടച്ചതാണോ അത്? ഇവിടെ കുഴി, അദ്ദേഹം കുഴി 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 പറഞ്ഞിട്ട് കൊറേ ഇങ്ങനെ പാടി നടക്കാറുണ്ട്. അതിന്റെ ഒരു എഫക്റ്റ് ആണത്, അത് മൈൻഡ് ചെയ്യണ്ട. അവിടെ എവിടേക്കോ ഒരു ഓട്ടകളുണ്ടായി. എന്റെ ഒരു ഫ്രണ്ടും വീണു, ഞാൻ പറഞ്ഞല്ലേ. വേറൊരു നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേരെന്താണ്? വിജയ്. വിജയിനെ ഞാനിപ്പോ അടുത്ത് കണ്ടായിരുന്നു. പക്ഷെ ഒരു ഹായ് ഹായ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാള് പോയി. പുള്ളി അത്യാവശ്യം നല്ല മിസ്റ്റീരിയസ് ആണല്ലേ. അത് ഞങ്ങളങ്ങനെ നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ട് ഇങ്ങനെ നിക്കുള്ളൂ. നമുക്ക് ആരും ഇപ്പൊ അങ്ങോട്ട് വിശ്വാസല്ലേ. അതങ്ങനെയാണ്. അത് കുഴപ്പമില്ല, അത് വഴിയെ മാറിക്കോളും. ലൈക്ക് നമ്മള് ഫസ്റ്റ് ഒരാളെ കാണുമ്പോ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലല്ലോ. ലൈക്ക് അങ്ങനെ വേണം ശരിക്കും പറഞ്ഞാല്. കാരണം ഇവിടെ വന്ന കൂടുതൽ പേരും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന എല്ലാരും. ലൈക്ക് ഇങ്ങനത്തെ ഒരു വേൾഡിൽ വരുമ്പോ എന്റെ അഭിപ്രായത്തിൽ എല്ലാരും ഇങ്ങനെ നമ്മളെല്ലാരും ഇങ്ങനെ കൊണ്ടുവരാൻ എന്തെങ്കിലും കാരണം കാണും. പക്ഷെ അതൊന്നും ആരും ഓർക്കാതെ ഇവിടെ പാർട്ടിയുണ്ട്, പാർട്ടിന്റെ ഇടക്കുള്ള വഴക്ക്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളിലൊക്കെ പോയിരിക്കാണ്. മെയിൻ അതെ, BJP, പിന്നെ PJB, പിന്നെ SBU,
അങ്ങനത്തെ ഓരോ SBO തന്നെ തോന്നുന്നു അതിന്റെ പേര് കേട്ടോ. പിന്നെ ഈ ഹണിയൊക്കെ ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ തെന്നടിച്ച് വീഴില്ലേ? ഇതൊക്കെ അത് അതൊക്കെ നമ്മളെ സ്ലൂക്കിന്റെ പരിപാടി, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ചൂലുന്നാ ഓരോ തുടക്കി. അത് വേണ്ട. ചൂലെന്റെ കയ്യിലുണ്ട്, എല്ലാ ചൂലുണ്ട്. അപ്പൊ തുടച്ചിട്ടൂടെ? ഞങ്ങളിങ്ങനെ വരുമ്പോ ഞങ്ങള് തെന്നടിച്ച് വീഴില്ലേ? അതൊന്നും എന്റെ പണിയല്ല. അതൊക്കെ നമ്മള് ഡൂക്കിനോട് പാറോസിനോട് പറയണം. അവന്മാരാണ് ഇതിന്റെ മെയിൻ ആളുകൾ. ഇതൊക്കെ ഒരു പാവം ഉണ്ടാ പ്രാണീനെ ഇവിടെ കെട്ടിയിട്ടാണ് ഇതിനയച്ചിട്ട്. ഞാൻ പറഞ്ഞില്ല, അവര് ഭയങ്കര ക്രൂരനാണ്. ഇങ്ങനത്തെ ഓരോ പ്രവർത്തികളിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ അവന്മാരാണ്. അവന്മാര് ഭയങ്കര ഇങ്ങനത്തെ ഒരു കുദൃഷ്ട പ്രവർത്തികൾ ചെയ്യുന്ന അവന്മാരാണ്. അത് ശരി. എൻ്റെ മുഖച്ഛായമായിട്ട് ഇങ്ങനത്തെ ക്രൂര പ്രവൃത്തി ചെയ്യാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അതാ പറഞ്ഞ, നിങ്ങൾ അതില് പുതിയ ആളുകൾ വന്നിട്ട് വേണം ഇവിടെ മറ്റേ മാർച്ചിനെന്താ പറയ, സമരം നടത്തി ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട്, എന്നിട്ട് എല്ലാം ശരിയാക്കാൻ വേണ്ടിട്ട്. നമുക്ക് ഈ കട അങ്ങ് പൂട്ടിച്ചാലോ? അതൊക്കെ ഇനി നമുക്ക് നോക്കാം, ഇനി സമയമുണ്ടല്ലോ. പക്ഷെ അതിന്റെ മുഖത്ത് നോക്ക്, പാവാണല്ലേ. തുറന്നിട്ടാലോ? എന്റെ കൈകൾ എന്നിട്ട് വേണം അടുത്ത പരിപാടി ഇവിടെ ഉണ്ടാകാൻ. വെറുതെ ആ കോട്ടിലോട്ട് കയറണോ? വേണ്ട, ഇത്തവണ കിട്ടും. അപ്പൊ ഇതാണ് ഷോപ്പിംഗ് ഡിസ്ട്രിക്ട്. ഇവിടെ കുറെ പേര് ഇങ്ങനെ വന്നിട്ട് കുറെ ഷോപ്പുകളൊക്കെ കിട്ടും, എന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ വിറ്റ് കാശ് ഉണ്ടാക്കും. ഈ ഒരു ഷോപ്പ് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ കുറെ ക്രൂരന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇവിടെ ഇങ്ങനെ വെറുതെ നടന്നു പോണ ഒരു ട്രേഡറാണ് ഇത്. അവനടക്കം കൊന്ന് അവന്റെ തല കെട്ടി തൂക്കിയതാണ് ഇവിടെ സംഭവം. ക്രൂരന്മാരെന്ന് പറയുമ്പോ ഇവിടെ ഉള്ളവര്, ഇവിടെ ഉള്ള ചെലവന്മാര് മാത്രാട്ടോ ക്രൂരന്മാര്. ഞാനൊന്നും ക്രൂരല്ല, എന്നെ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ബാക്കിൽ ഇങ്ങനെ മറ്റേ കഴുകന്മാരെ പോലെ ചിറകൊക്കെ ആയിട്ട് എനിക്കെന്തോ. ഈ ചിറകൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഒന്നോർത്ത് ഈ ചിറകൊന്നും ഇല്ലേ? ചിറകുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ചിറകൊന്നുമില്ല. നോക്കട്ടെ ആ ചിറക്. ഇത് അതൊന്നും അനിയത്തൊന്നുമില്ല, അത് അങ്ങനത്തെ ചിറകാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ ഫുള്ള് കേസഡ് ആയിട്ടുള്ളതും പിന്നെ വളരെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ഈ ഒരു ബിൽഡിംഗ് കണ്ട, ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ഒരു സംസാരിക്കുന്ന ഒരു കരടിയാണ്. വിശ്വസിക്കാൻ പറ്റും, ഒരു കരടി, സംസാരിക്കാൻ പറ്റുന്ന കരടി. ഇപ്പൊ ആ കരടി ഇതിന്റെ അകത്തുണ്ടോ? ഇപ്പൊ ഇതിന്റെ അകത്ത് ഉണ്ടോ എന്ന് അറിയില്ല, മിക്കവാറും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, കുറെ പേര് ഇപ്പൊ അടുത്തായിട്ട് ഇങ്ങോട്ടൊന്നും വരാറില്ല. എന്താ സംഭവം എന്നറിയില്ല. ഈ കരടിയും ക്രൂരനാണല്ലേ, കത്തിയൊക്കെ വെച്ച്. അത് ക്രൂരനല്ല, അത് ഇവിടുത്തെ ഓരോ വർക്ക് ചെയ്യാനുള്ള ഓരോ ബെഞ്ചാണ്, മനസ്സിലായോ? എത്ര പേരെ കൊന്നിട്ട് ഈ വർക്ക് പിടിച്ച്? അങ്ങനത്തെ വർക്കല്ല മിസ്റ്റർ, നിങ്ങളെ മൈൻഡ് ഫുൾ കില്ലിങ് ആണല്ലോ. നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് ആരും ട്രസ്റ്റ് ഇല്ലായ്മ ഉണ്ടാവാനുള്ള കാരണം തോന്നുന്നു. എനിക്കാരും വിശ്വാസമില്ല. ഇത്രയും വിശ്വാസം ഇല്ലായ്മ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. എനിക്ക് കുറച്ച് സസ്പീഷ്യസ് ഒക്കെ അടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. അതന്നെയോ, ഞാൻ തന്നെ ഇവിടെ വന്നപ്പോ ഞാൻ പേടിച്ചു. അത് അടുത്ത ക്രൂരൻ. ഇവിടെ ഒക്കെ തലക്കച്ചവടമാണോ? ഇവിടെ വല്ല തലക്കടി ഉണ്ടോ? കണ്ട, ഇത് ഒരു ഗ്ലോസ്റ്റുഡ് പറഞ്ഞിട്ടുള്ള ഒരു ജീവി, അതിന്റെ തല ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ക്രൂരന്മാരാണേ. ലെവനാണ് ഇങ്ങനത്തെ ഓരോ വുഡൊക്കെ വിറ്റ് കാശുണ്ടാക്കും. പക്ഷെ മാന്യന്മാരാണ് കേട്ടോ, അങ്ങനെ മോഷ്ടിക്കാനൊന്നും ഇറങ്ങില്ല. മോഷ്ടിക്കലില്ല, കൊലപാതകമല്ലേ? കൊലപാതകമുണ്ട്, അത് കൂടുതലാണ്. അതായത് ഇവിടെ വലിയ തല വെട്ടിച്ചാണ്. അത് ഉണ്ടാക്കിയതാണ്, അത് കൊടുക്കണം. എന്ത് കത്തി വിലയാ ഇതിന്? വില കുറവാണ് ശരിക്കും പറഞ്ഞത്. ഇല്ലില്ല, ഈ കട ഉണ്ടാക്കിയവനാരാ? ഇതിലാറഞ്ഞി വില കുറവിന് ഈ സാധനം വെക്കാനില്ല. നിങ്ങള് ഇങ്ങോട്ട് വാ.
ഈ നിങ്ങൾ വേറെ സംഭവം കണ്ടാൽ ഇതൊന്നും കത്തുന്ന വിലയല്ല. ഈ ഒരു ഷോപ്പിന്റെ ഉള്ളിലത്തെ സാധനങ്ങളാണ് ഏറ്റവും വലിയ കത്തുന്ന സാധനം. ഓ ഇത് കണ്ടു അത്യാവശ്യം നല്ല വലിയ ഷോപ്പ്. ഇവിടെ ആക്ച്വലി ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ചറക്. ഇതിന്റെ ഉള്ളോട്ട് ഓ എലൈട്രാ 2 ലെതറേറ്റ് സ്ക്രാപ്പോ. ഫസ്റ്റ് ടൈം എലൈട്രാ ബയർ കോണ്ടാക്ട്. ഓ മൈ ഗോഡ്. സാധാരണ അത് റിവുൻജെറി പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇങ്ങനത്തെ ഓരോ കത്തുന്ന വിലറുന്നത്. അദ്ദേഹത്തിനെതിരെ എനിക്കൊരു കേസ് ഇപ്പടുത്തായിട്ടൊരു ഒരാള് വന്ന് തന്നായിരുന്നു. ഒരു ബാറസ്. എനിക്ക് ആക്രാന്തൊന്നുമില്ല, അങ്ങനെ വിചാരിക്കുക. എനിക്ക് ഇവിടെ എല്ലാരും ഒന്ന് നന്നാക്കി എടുക്കണം. ഞാൻ പറഞ്ഞില്ല ഇവിടെ എല്ലാരും ക്രൂരന്മാരാണ്. അപ്പൊ എനിക്ക് ഇവിടെ അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ ആക്രാന്താണ്. സത്യമാണ്. എനിക്ക് അദ്ദേഹത്തിന് കൂടെ 2 മെമ്പേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ കരടിയും പിന്നെ വേറൊരുത്തനും കൂടി ഉണ്ട്. അപ്പൊ ഇവര് 3 പേരും കൂടിയിട്ട് നമ്മളെ ബാറോസ് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്. ബാറോസിന്റെ അടുത്തുനിന്ന് ഏകദേശം 300 ഡയമണ്ടിന്റെ ബ്ലോക്ക് ഒക്കെയാണ് മേടിച്ചത് ഒരു സാധനത്തിന്, കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി. ആ പറക്കുന്ന സാധനം മേടിക്കാൻ മാത്രം 30 ഡയമണ്ടിന്റെ ബ്ലോക്ക് മേടിച്ച്, പിന്നെ ഒരു ഈ കണ്ട ഈ ഷെല്ല് കണ്ട, ഈ ഷെല്ല് കുറെ മേടിക്കാൻ വേണ്ടിട്ട് 300 ഡയമണ്ടിന്റെ ബ്ലോക്ക് ഒക്കെയാണ് മേടിച്ചത്. ഞാൻ ഇത് നിങ്ങളോട് മാത്രമായിട്ട് പറയുന്നത്, വേറെ ആരോട് പോയി പറയരുത്. കോർട്ടിന്റെ കേസസ് ആണ്. നിങ്ങൾക്ക് പിന്നെ ഇവിടെ ആരും പരിചയം ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ട്രസ്റ്റഡ് ആയിട്ട് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. അല്ല അപ്പൊ ഞാൻ പറയട്ടെ, എനിക്കൊരു ഡൗട്ട്. ഇനി ഈ ആർജെ എങ്ങാനും കൊറേ പൈസക്ക് വേണ്ടി ആക്രാന്തം മൂത്ത് ഇവിടെ വന്നവരൊക്കെ കൊന്ന് അദ്ദേഹം അങ്ങനെ സംഭവിക്കായില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരവട്ടം ചാവുകയാണെങ്കിൽ പോലും ലൈക്ക് നമ്മള് പിന്നെ റീസ്പോൺ ആവും. ഞാൻ ഇപ്പൊ നിങ്ങളെ ഈ ഒരു സാധനം വെച്ച് കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി റീസ്പോൺ ആവും. നമ്മൾ ഒരിക്കലും ചാവത്തില്ല ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള വേൾഡാണ്. ആ കരടി അവരെങ്ങനെ വല്ലയിടത്തും വല്ല തുറങ്കൽ അടച്ചിട്ടുണ്ടെങ്കിലും കരടി അടച്ചിട്ടാണെങ്കിൽ മിക്കവാറും എല്ലാരും മിസ്സിംഗ് ആയി പോയതാണ്. അത് സത്യം. നിങ്ങളിപ്പോ പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ആലോചിക്കണത്. ഇവിടെ കുറെ പേരെ കാണാത്തതിന്റെ കേസിന് എല്ലാരും മിസ്സിംഗ്, ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് പോയതാണെന്ന് അറിയില്ല. അന്വേഷിക്കണം. എനിക്ക് ഇവരുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരണേ. ഇപ്പൊ വേണ്ട, പതുക്കെ കാണാം. ഓക്കെ, പതുക്കെ കാണാം. കോണ്ടാക്ട് ചെയ്താൽ മതി. ഫ്ലെയിംസേ ഒന്ന് നീട്ടി വിളിച്ച അപ്പ ഞാൻ അവിടെ എത്തും. ഇവിടെ പുതിയ പേരിന് 2 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ ഞാൻ ഇതാണ് പറയുന്നത്. എനിക്ക് ഇവിടെ എല്ലാരും ഒന്ന് ബോധവൽക്കരണം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. കാരണം എല്ലാരും ഇവിടെ പാർട്ടി മറ്റേത് മറിച്ച് പറഞ്ഞ് നടക്കുമ്പോൾ എനിക്കത് പറ്റുന്നില്ല. എനിക്കിവിടെ എന്താണ് നമ്മൾ കൊണ്ടുവരാനുള്ള കാര്യം ഒന്ന് കണ്ടുപിടിക്കണം. അതിന്റെ ഒരു അന്വേഷണത്തിലാണ് ഞാൻ. ആക്ച്വലി ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു ടൈപ്പ് ഡിറ്റക്റ്റീവ് തന്നെയാണ്. നമുക്കെതിരെ നിൽക്കുന്ന ഒരാളാണ് അവിടെ. നിങ്ങളെ റൈവലറി മീൻസ് നിങ്ങളിപ്പോ ഓൾറെഡി ആളുകളെ കേസ് സോൾവ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ആക്ച്വലി ഞാൻ എന്റെ സ്വന്തം കേസ് ഞാൻ തന്നെ സോൾവ് ചെയ്യണം. അപ്പോ നിങ്ങളിപ്പോ വന്ന സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് മിക്കവാറും നല്ല കിടിലൻ കേസ് തരാൻ ചാൻസ് ഉണ്ട്. സോ ബി പ്രിപ്പയർഡ്. ഞങ്ങള് ഒരു കേസ് അന്വേഷിച്ചോണ്ടിരിക്കാണ്. കുഴപ്പമില്ല, 2-3 കേസും കൂടി ഇരിക്കട്ടെ. ഇത്ര പെട്ടെന്ന് കേസ് അന്വേഷണം നടത്താൻ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങള്? പിന്നല്ലേ, ഞങ്ങള് അഡ്വാൻസ് ആണ്. എന്റെ സസ്പീഷൻസ് കൂടുന്നു പറഞ്ഞത് വെറുതെ അല്ല. ബൈ ദ വേ വാ,